സെന്റ് സ്ഥലമുണ്ട്. അവിടൊന്നും വീട് വെച്ചില്ല. വീട് വെക്കാനത് പാലക്കാട് പോയി വീട് സ്ഥലം ഗുദാമില് മലപ്പുഴ ഡാമെന്ന് കണ്ടിട്ടുണ്ടോ ഉലിമാമ? ആ അതിന്റെ ഒന്ന് ഉള്ളി കാട്ടിനോട് ചേർന്നാണ് ഒരു വീടൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്താണ് താമസിക്കുന്നത്. ആരും ചെല്ലാത്ത സ്ഥലത്താണ്, കാടിനടുത്ത്. അപ്പൊ ആരും ഒന്നും അറിയത്തില്ല. ഇവിടുന്ന് പോയില്ലേ പാലക്കാടൊക്കെ ചെന്നാൽ ആരും ഇവരെ അറിയുമോ? അപ്പൊ ഇവരോട് ചെന്നാൽ പിന്നെ ആരും അറിയത്തില്ല. അങ്ങനെ തോന്നിച്ച് കൊടുക്കാനാണ് ഇവരെ കൂടെ. അതിന് ഈ ബാങ്കിലൊക്കെ വെച്ച് ഇവരുടെ അടവാ, ഇവരുടെ നാടകമാണ് കേട്ടോ. ബാങ്കുകാർ കൊണ്ടുപോയതുകൊണ്ട് ഞാനിവിടെ പെറുക്കി കെട്ടി പോകുവാന്നുള്ള നാടകമാണ്. ഈ മാളവികയും കൊല്ലും ഇവന്മാര്. അതിന് നടക്കുക ഇനി അടുത്തത് മാളവികയെ കൊല്ലാനാണ് നടക്കുന്നത്. എന്റെ മാളവികയെ മഴ വരുത്തണം. അന്നേരം പിന്നെ റൂട്ടെല്ലാം ക്ലിയർ ആകുമല്ലോ. ഇവര് ഇതൊക്കെ കൂടെ കൊടുക്കാമല്ലോ അതിന് കേട്ടോ. ഹലോ, അല്ല പറഞ്ഞു സത്യം ചെയ്യാൻ പറയുന്നത്. എന്തോ റെക്കോർഡ് ചെയ്യുവാണോ? എനിക്ക് റെക്കോർഡ് ചെയ്യാൻ എനിക്കൊന്നുമില്ല. എന്തോ ചെയ്യുന്നേ? എന്തോ അല്ല, റെക്കോർഡ് ചെയ്യാനൊന്നുമില്ല. ഇവര് കൂടെ കൊടുക്കാനുള്ള കാര്യങ്ങളില്ല. അവര് ഭർത്താവിനെ കൊന്നിട്ട് സൈലന്റ് അറ്റാക്ക് ആണെന്നാ പറഞ്ഞത്. പക്ഷെ സൈലന്റ് അറ്റാക്ക് ഒന്നും അല്ലായിരുന്നു. നാട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു അവന്റെ കൈകൊണ്ട് വെട്ടിക്കുട്ടിയതാണ്. അങ്ങനെ നാട്ടുകാരോട് ഇവിടെ വിളിക്കുമോ? എന്റെ അമ്മച്ചിയോടെ നാട്ടുകാരോട് വിളിക്കും. നാട്ടുകാര് നടന്ന് പറഞ്ഞു നിന്റെ മരുമോന് ആത്മഹത്യ ചെയ്തത് എന്തിനാണ്, മുരളി എന്തിനാ ആത്മഹത്യ ചെയ്തത്? ഞാനെന്താ പറയുന്നത്? സൈലന്റ് അറ്റാക്ക് എന്നായിരുന്നു പറയുന്നത്. അന്നേരം അവരെല്ലാം എന്റെ പേര് ചോദിച്ചത് നിന്റെ അനിയത്തിയുടെ ഭർത്താവ് എന്തിനാ ആത്മഹത്യ ചെയ്തത്? അന്നേരോ അല്ല, റെക്കോർഡ് ചെയ്താൽ നിങ്ങളെന്നെ വല്ലതുമാണോ റെക്കോർഡ് ചെയ്താല്? ആണോ കുഞ്ഞുങ്ങളമ്മേ? അല്ല, ഇത് പറഞ്ഞത് റെക്കോർഡൊക്കെ ചെയ്യണം. ചിത്രയെന്ന് പറയുന്നവർ എന്റെ വല്ലതുമാണോ? ആണോ? കുഞ്ഞുങ്ങളമ്മേ, ചിത്രയുടെ ആരുമല്ല, നിങ്ങളുടെ എന്റെ ആരുമല്ല. നിങ്ങൾ റെക്കോർഡ് ചെയ്താലും എനിക്കൊന്നുമില്ല. റെക്കോർഡ് ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഇവരെല്ലാം വിറ്റുവർക്ക് അല്ല, ഇവരെല്ലാം വിറ്റുവർക്ക് ഇവർ നാട് വിടാൻ നോക്കുമോ? ഇവരുടെ നാട് വിടും താമസിയാതെ. നിങ്ങൾ നോക്കിയിട്ട് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഒരാൾ കഴിയുമ്പോൾ കേട്ട ഇവിടെ കൂടെ കൊടുക്കുന്നത്. അന്നേരം എന്താ ചെയ്യും? കുഞ്ഞുങ്ങളമ്മേ, അത്രേ ഉള്ളൂ. ഇത് പറയാനാ വിളിച്ചത്. ഇവരും കൂടെ കൊടുക്കാനായിട്ടുള്ള അവിടെ നാടകമാണ്. ഈ മാളവികയെ വക വരുത്താനുള്ള പരിപാടിക്കായി വേണ്ടി നോക്കും. ഞാൻ തള്ളെ വക വരുത്തി. മാളവിക എന്റെ കൊച്ചവിടെ നിൽക്കുന്നത്. മാളവികയ്ക്ക് ആദ്യമേ മാളവിക ഈ അടുത്ത എന്റെ കൊച്ചിനെ ആയിരുന്നു ഓട്ടോ വരുന്നത്. എനിക്ക് ആശുപത്രി വേണം അവർക്ക് കൊടുക്കാനേ. ഹലോ, ആദ്യമേ കൊന്നാൽ ഇപ്പം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അത് തട്ടിയെടുക്കാനായിരുന്നു ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ നടക്കുക, ലൈഫ് ഇൻഷുറൻസ് തട്ടിയെടുക്കുന്ന ആളായിട്ട് നടക്കുക. അതറിയാവോ? കുഞ്ഞുങ്ങളും എന്തോ അങ്ങനെ ഉണ്ടോന്ന് നിങ്ങളുടെ മോനോട് ചോദിക്കണം. നിങ്ങളുടെ മോനോട് അറിവുള്ളവരോട് ചോദിക്കണം. ഒരാളിനെ നല്ല ഇതുള്ള ആളുകളെയൊക്കെ കൊച്ചു പിള്ളേരെയൊക്കെ കൊന്ന 2 കോടി 3 കോടിയൊക്കെ ഇൻഷുർ ചെയ്തേക്ക് ആളുകളെ കൊന്ന ആൾ കിട്ടുമോ പൈസ കിട്ടുമോ ഇല്ലയോ നിങ്ങൾ ചോദിച്ചാൽ മതി. അന്നേരം അവർ പറഞ്ഞു തരും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. നിങ്ങളുടെ മോനോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ മോനിനുണ്ടോ? ഹലോ, എന്നാ ശരി, വെക്കട്ടെ. ഞാൻ 2022 ഡൽഹി വന്നത് കുഞ്ഞുമുളക് അറിയിപ്പിക്കോ? ഹലോ, അതുപോലെ എന്റെ വസ്തുവകയൊക്കെ അടിച്ചു മാറ്റി എടുത്ത് വിൽക്കാൻ നടക്കും. ഇവരും അവിടെ കൂടെ ഈരാഴ്ച പണിക്കർ എന്ന് പറയുന്ന എന്റെ അനിയത്തി ഇവരും കൂടെ ഇങ്ങനെ നടക്കും. എന്റെ വസ്തുവകയെങ്കിലും അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞുണ്ട്. അതറിയാവോ? അവിടെ പറയുന്ന അവിടെ ഇവന്റെ കയ്യാണ് ഈരാഴ്ച പണിക്കർ എന്ന് പറയാം. അവരിങ്ങനെ വേറെ നടക്കുമല്ലേ എന്റെ ആധാർ കാർഡ് എല്ലാം കൊടുത്തോണ്ട്. അവിടെ ഇതൊക്കെ ഒത്തിരി കാശ് വേണം. ഇവരുടെ ഭർത്താവിനെ മുരളി എന്ന് പറയുന്നവരെ ഒറ്റയ്ക്കാക്കി ഇവിടെ പാലക്കാട് പോയി കൊടുത്തോണ്ട് ഇവിടെ അവനെ അഴിച്ചു കൊണ്ടേച്ച് കെട്ടി തൂക്കി.
എന്നിട്ട് മധുര പോലീസ് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്ന് വെടിപ്പിച്ച് കളഞ്ഞു, കത്തിച്ച് കളഞ്ഞു. ഉള്ള വെട്ടമൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത വെട്ടമൊക്കെ കൊടുത്തതെല്ലാം വെടി വച്ചില്ല. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെ കത്തിച്ച് കളഞ്ഞു. കത്തിച്ച് കളഞ്ഞിട്ട് പൈസ എല്ലാം വാങ്ങിച്ച് 7 സെന്റ് സ്ഥലവും വീടും എല്ലാം വെച്ച് മഹാരാഷ്ട്രയിലേക്ക് താമസിക്കുമായിരിക്കും. അറിയത്തില്ല അതൊന്നും. ഭർത്താവിനകത്ത് 1-2 വർഷം കൊണ്ട് 7 സെന്റ് സ്ഥലവും ഒരു വീടും എല്ലാം വെച്ച്. അറിയത്തില്ല, അതറിയാമോ? നടന്നതാ. എന്നാ ശരി, വെക്കട്ടെ. ഹലോ തുളസി, എന്താ എടുക്കാനേ? ഹലോ ഹലോ എന്താ വെച്ചാൽ അവിടെ വിശേഷം? അവിടെ 16 കഴിഞ്ഞോ? കൊച്ചിനെ നല്ലോണം കണ്ടോ? വയറിന് വല്ലതും കണ്ടോണ്ടോ? എന്തോ 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 ആ വസ്തു വാങ്ങിച്ചത് പറഞ്ഞ് ശരിയാണോ അവൻ? പ്രസേനന്റെ മരുമോൻ വാങ്ങിച്ചോ? ഇവര് കിഴക്കോട്ട് പോകാൻ വഴിയൊക്കെ കൊടുത്തോ അതോ എങ്ങനെ? അതേ ഉള്ളൂ, അല്ലാതെ വഴി വീതിയൊന്നും ആക്കിയില്ലയോ? അതെന്തോ? അതുകൊണ്ട് ഇവൻ ആ ആ ആ ഇവന് മറ്റേ കിഴക്കൂടെ വഴി വെട്ടാമല്ലോ, അതുകൊണ്ടായിരിക്കും ഇവൻ വെട്ടാഞ്ഞത്, അല്ലയോ?